അതുകൊണ്ട് എന്ത് കാര്യം? പൗരത്വ വിഷയത്തിൽ എന്താ ഉള്ളത്? ഏത് ഇന്ത്യൻ പൗരനാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്? വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. പൗരത്വ വിഷയം ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ആരുടെയും പൗരത്വം എടുത്തു കളയാനല്ല. ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളാണ്. ആണല്ലോ. മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും. അപ്പൊ അവിടുന്ന് പെർസിക്യൂഷന് വിധേയമായിട്ടുള്ള മൈനോറിറ്റീസിനെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പൗരത്വം കൊടുക്കാനാണ്. അതിനകത്ത് എവിടെയാണ് മതം ഉള്ളത്? ഏതാണ് പറയും? അഹമ്മദിയ ഒരിക്കലും അവര് ഞങ്ങൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെല്ലാം മുസ്ലിങ്ങളാണ്. അവരാരും തന്നെ ഞാൻ പറയാം, അഹമ്മദിയ വിഭാഗം മുസ്ലിങ്ങളാണെന്ന് അവരാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അല്ല അത് പെർസിക്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിലിജിയൻ ആണ് സാർ. ഇത് വായിച്ചു നോക്കണം നിങ്ങൾ. അതായത് പീഡനവും ഇതും പിന്നെ എന്താണ് ആട്ടിയോടിക്കലും മതത്തിന്റെ പേരിലാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇല്ലെന്ന് പെർസിക്യൂഷന് വിധേയമായി ആട്ടിയോടിക്കപ്പെടുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു മതത്തിനെ നിഷേധിക്കുന്നില്ല. ഒഫീഷ്യൽ മതമാണ് പാകിസ്ഥാൻ മുസ്ലിം ഇസ്ലാം. അഹമ്മദിയ പറഞ്ഞിട്ടില്ല സാർ. ഇല്ലല്ല, അഹമ്മദിയ ഞങ്ങൾ മുസ്ലിം അല്ലെന്ന് അവരും പറഞ്ഞിട്ടില്ലെന്ന്. അഹമ്മദിയ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുസ്ലിം അല്ല. സാർ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് അതാണ്, നിങ്ങൾ ഒരു മഞ്ഞ കണ്ണുകൊണ്ട് കാണല്ലേ. പെർസിക്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിലിജിയൻ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ടവരെ ഇന്ത്യയിലേക്ക് എടുക്കുന്ന പതിവ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അഹമ്മദിയ മുസ്ലിം സമുദായം തന്നെയാണ്. ഞങ്ങൾ മുസ്ലിം അല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് അവരെവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് മതത്തിന്റെ പേരിലല്ല അവർ പീഡിപ്പിക്കപ്പെടുന്നത്. അവർ ആഭ്യന്തര ഇപ്പൊ താലിബാനിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്? പരസ്പരം കുത്തിമരിക്കുന്നില്ലേ? അവരൊക്കെ ഇന്ത്യയിൽ എടുക്കാൻ പറ്റുമോ? പറയട്ടെ ബംഗ്ലാദേശിൽ എന്തെല്ലാം കുഴപ്പക്കാരുണ്ട്? അവരൊക്കെ ഇന്ത്യയിൽ എടുക്കാൻ പറ്റുമോ? ഇത് വളരെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഉയർന്നു വന്ന, വിഭജന കാലത്ത് തന്നെ ഉയർന്നു വന്ന ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഇതിനെ കേരളമായിട്ടോ ഇന്ത്യയായിട്ടോ ഒന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് അവിടുത്തെ അല്ലെന്ന് 3 രാജ്യങ്ങളിലേ ഉള്ളു. അല്ല, ബാക്കി രാജ്യങ്ങളിൽ വേറെ ആലോചിക്കും. ഇപ്പൊ 3 രാജ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ശ്രീലങ്കയൊന്നും ഇപ്പൊ പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ പെടുത്തണമെങ്കിൽ നമുക്ക് നിങ്ങൾ ഒരു അടുത്ത പ്രാവശ്യം ആലോചിക്കാം. ഇപ്പൊ പറയും നിങ്ങൾക്ക് ഡിബേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് നടപ്പാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് നടപ്പാക്കുന്നത്? വിജ്ഞാപനമായി ഇത് നടപ്പാക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, പടിവാതിക്കലൊക്കെ അവിടെ നിൽക്ക്. കാശ്മീരിന്റെ 370 വകുപ്പ് ഞങ്ങൾ അംഗീകരിക്കില്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എടുത്തു കളയുന്നാണോ? ഇപ്പൊ റിയാസിനോട് ചോദിച്ചു നോക്കുക, ഏറ്റവും കൂടുതൽ പോകുന്ന ആൾക്കാർ എങ്ങോട്ടാണെന്ന്? ടൂറിസ്റ്റുകൾ. അതുകൊണ്ട് ഇത് നിങ്ങൾ ഈ പിണറായി വിജയനും സതീശനും പറയട്ടെ അല്ലെന്ന് അവര് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ തുള്ളിയാൽ നിങ്ങൾ വെള്ളത്തിലാവുന്നല്ലാതെ ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാവും. കേന്ദ്ര സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം നിയമം വഴി നടപ്പിലാവും. ഞാൻ ഇന്നലെ ഡിറ്റൻഷൻ സെന്ററിനെ കുറിച്ച് പറഞ്ഞു. കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞത് അതൊരു പരിഹാസ രൂപത്തിൽ പറഞ്ഞതാണ്. ഡിറ്റൻഷൻ സെന്റർ അല്ല, എവിടെ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതാണ്. ഡിറ്റൻഷൻ സെന്റർ തുടങ്ങില്ലാന്ന്. ഈ സർക്കാരിന്റെ കാലത്ത് പറയട്ടെ സാറേ, ഡിറ്റൻഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ സർക്കാരിന്റെ കാലത്ത് ഡിറ്റൻഷൻ സെന്റർ തുടങ്ങില്ല, ആവർത്തിച്ച് നിയമസഭയിൽ പറഞ്ഞതാണ്. ചങ്ക് തൊടാതെ വിഴുങ്ങി സംഗതി തുടങ്ങി. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. CAA ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരിക്കും. സർ, സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്.
അതിന് എന്നിട്ട് ഹൈക്കോടതിയിൽ ഒരാൾ പോയപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവ് നടപ്പാക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ എന്നെ ചോദ്യം ചെയ്തിട്ട് എന്താ കാര്യം? എന്നെ എന്തെങ്കിലും ചൊറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അല്ലെന്ന് സർ, കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒരു സ്ഥലത്തല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഒരു ഇതിനെ കുറിച്ച് പറയുന്നത് പിന്നെ അവിടെ ആൾക്കാരെ ഡിറ്റൻഷൻ സെന്റർ അല്ലേ ഉള്ളു, അവിടെ ആളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നവരല്ലേ. ഏത് ഇനിയിപ്പോ പൗരത്വം വരാൻ പോണേ ഉള്ളൂ. ഇനിയിപ്പോ അവിടെ സ്ഥലം കൂട്ടും പിണറായി വിജയൻ. പൗരത്വ നിയമം അതിനൊക്കെ കുറിച്ച് എല്ലാ നോട്ടിഫിക്കേഷനിലുണ്ട്. ഒന്നും വായിക്കാതെയാണല്ലോ വന്നിരിക്കുന്നത്. സകല പീഡനം അതിനെപ്പറ്റി ഒരു നിയമം കൊണ്ട് അല്ല, ഞങ്ങൾ ഇതിനെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. സഖാക്കൾ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കല്ലേ. ഇപ്പൊ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ എന്താണ്? ഒരു നടപടിയില്ല. സർക്കാർ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആഴ്ചക്കാഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പൊ വന്യമൃഗങ്ങളുടെ പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ പ്രശ്നം. വന്യമൃഗങ്ങളുടെ പ്രശ്നത്തിൽ കുറെ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞു. ഭൂപേന്ദ്ര യാദവ്ജി കേരളത്തിൽ വന്ന് പറഞ്ഞു വന്യമൃഗശല്യം നേരിടാൻ കാശും കൊടുത്തിട്ടുണ്ട്, ആവശ്യമാണെങ്കിൽ വെടിവെക്കാൻ ഉത്തരവും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരും അത് പറഞ്ഞില്ല. നിങ്ങളത് ഞങ്ങളെയും കൂടി തലയിലിടാൻ നോക്കി. പക്ഷെ മന്ത്രി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം പറയുന്നില്ല. ഈ സമീപനത്തെയാണ് മൊത്തത്തിൽ ഞങ്ങൾ എതിർക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പിന്നെ കിട്ടിയില്ല.